Hi guys, Assalamualaikum. Welcome back to my YouTube channel. ഇന്ന് നമ്മൾ ഡേ 2ഉം ഡേ 3യും കൂടെ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് ഒരു ലോങ് വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴത്തെയും പോലെ പറയുകയാണ്, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ പോണത് ഗുൽമർഗിലേക്കാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. കാരണം നമ്മൾ ഇപ്പോൾ കാശ്മീർ വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസമായിട്ടാണെങ്കിലും സ്നോയൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സ്നോയുടെ മഞ്ഞുമലകളൊക്കെ കണ്ട്, പക്ഷെ അടുത്തുനിന്ന് കയ്യിലെടുക്കാനോ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് മഞ്ഞ് കാണാം എന്നുള്ളൊരു ഇതിൽ എല്ലാവരും, അപ്പോൾ ഉമ്മച്ചൊക്കെ ഫസ്റ്റ് ടൈം, അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് കേട്ടോ. പോണ വഴിക്ക് നമ്മൾ ബൂട്ടൊക്കെ റെൻറ്റിന് എടുക്കണം, അങ്ങനെ ഒരു ഷോപ്പിൽ കയറി. അങ്ങനെ ബൂട്ടൊക്കെ എല്ലാവരും റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് മാത്രം എടുത്തില്ല കേട്ടോ, ബാക്കി എല്ലാവരും ബൂട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോയത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫേസിലാണ് കേട്ടോ നിൽക്കണേ. ഇപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ക്യൂ ഒന്നും നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കയറി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫേസിലത്തെ കേബിൾ കാറിലെന്ന് വെച്ചാൽ ഞാനും ഇക്കാക്കായ ആയുഷ്മായി നസീമാർന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അവർ ഉമ്മച്ചും വാപ്പച്ചും പിള്ളേരും വേറെ കേബിൾ കാറിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ മേളിലോട്ട് കയറി പോകുമ്പോൾ താഴത്തോട്ട് നോക്കിയിരുന്നിട്ട് നമ്മുടെ തലയൊക്കെ കറങ്ങും കേട്ടോ. പക്ഷെ നോക്കിയിരിക്കാൻ കാണാൻ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാര്യം. അങ്ങനെ കയറി നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് എത്തി. സെക്കൻഡ് ഫേസിൽ നമ്മൾ ക്യൂ നിൽക്കാം കേട്ടോ. അത് അത്യാവശ്യം നല്ലൊരു ക്യൂ ആയിരുന്നു. പിന്നെ സ്നോ അല്ലാട്ടോ ഈ വീഴണത്, മഴ പെയ്യണതാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു സമയം ഞങ്ങൾ പോയിട്ടാണ്, നല്ലോണം ക്യൂ നിന്നായിരുന്നു. ഇനി സെക്കൻഡ് ഫേസ് കയറിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു കേബിൾ കാറിലായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു കേബിൾ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഐഷുമ്മ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചിരിക്കണ്ടായിരുന്നു കേട്ടോ. ഐഷുമ്മാന് ഒരു 6 ലെയേഴ്സ് ഡ്രസ്സ് ഞങ്ങൾ ഇട്ടിട്ടാണ് റൂമിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ട് വന്നത് തന്നെ. പിന്നെ ഒരു ലെയർ ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇരിക്കണുണ്ടായിരുന്നു. അത് നമ്മൾ മേളിൽ ചെന്നിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കായിരുന്നു. മേളിലേക്ക് പോകുന്തോറും ഫുള്ള് സ്നോയാണ്. പിന്നെ നമുക്ക് മേളിലേക്ക് പോകുമ്പോഴത്തേനും പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഫുൾ ബ്ലാങ്ക് ആവും, ഫുൾ വൈറ്റ് ആവും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കണ്ടായിരുന്നില്ല. എൻ്റെ തലയൊക്കെ കറങ്ങണോണ്ട് ഞാൻ ഫോണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. വാപ്പച്ചിയുടെ ഒക്കെ കിളി പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയമായപ്പോൾ മുകളിലത്തെ കാഴ്ച ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി. എന്താ പറയുക, ഈ മേഘവും സ്നോവും ഒക്കെ ഇങ്ങനെ ഒരേ ലെവലിൽ നിന്ന് നമുക്ക് കാണുന്ന പോലെ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് ചൂട് പോകാൻ വേണ്ടിയിട്ട് കോഫിയും മാഗിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐഷുമാക്ക് ഇച്ചിരി കൊടുക്കണേ കേട്ടോ. മാഗിയൊക്കെ കൊടുത്തു നോക്കിയപ്പോൾ ആൾ കഴിക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇച്ചിരി വായിലേക്ക് വെച്ച് നോക്കിയപ്പോൾ കഴിച്ചായിരുന്നു. പിന്നെ വാപ്പിച്ചിക്ക് വയ്യാതെ വന്നുകൊണ്ട് ഉമ്മും തത്തമ്മയും ഉമ്മച്ചൊന്നും ഒരുപാട് നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
കാശ്മീർ വരികയാണെങ്കിൽ ഈ ഗുൽമർഗ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം അത്ര അടിപൊളിയാണ്, ഭയങ്കര നഷ്ടമായിരിക്കും സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ. എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്തേക്കാട്ടെ പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് നമുക്ക് വണ്ടിയോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ കേട്ടോ അവിടെ വരെ പോകുന്നത്. അത്രയും ഐഷാനെയും പിടിച്ചുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ജാടയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഈ നമ്മുടെ റേറ്റിൻ്റെ അടുത്തേക്ക് വന്നല്ലോ, അങ്ങനെ നമ്മുടെ റേറ്റിൻ്റെ അടുത്തേക്ക് വരാത്തതുകൊണ്ട് പിന്നെയും നമ്മൾ കുറച്ച് ജാടയിട്ട് ഫ്രണ്ടിലേക്ക് അങ്ങനെ നടന്നു പോയതാണ്. പിന്നെ പുള്ളി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ച് ഓട്ടോയിലൊക്കെ കയറ്റി ഞങ്ങളങ്ങനെ ആ ഓട്ടോ കയറിയിട്ടാണ് ഞങ്ങൾ പോണത്. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ലവ് ഗുൽമർഗിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഫാമിലി ഫോട്ടോ എടുക്കുക, സിംഗിൾ ഫോട്ടോ എടുക്കുക, കപ്പിൾ ഫോട്ടോ എടുക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് കേട്ടോ. ഉമ്മൂന് നല്ല സങ്കടമാണ് കേട്ടോ. അതാണ് ഉമ്മു അത്ര ആക്റ്റീവ് അല്ലാണ്ട് മൂടിയായിട്ട് നിൽക്കണേ. ഉമ്മൂന് സ്നോയിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വാപ്പച്ചിയുടെ ഒപ്പം താഴത്തേക്ക് വന്നു ആൾ. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല സങ്കടമുണ്ട് ഉള്ളിൽ. അപ്പോൾ ആളത് മറച്ച് വെച്ച് മുഖത്തിൽ ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വന്ന വഴിക്ക് മറ്റേ സ്പോർട്സ് ബൈക്കൊക്കെ കണ്ട്. അപ്പോൾ പിള്ളേർ നസീമൊന്നും സ്നോ കാണാത്തതുകൊണ്ട്, സ്നോയുടെ അടുത്തേക്ക് പോകാത്തതുകൊണ്ട് എന്നാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കാക്കായും നസീമും പിള്ളേരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും ഒരു പാസ് എടുത്തു. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഞാൻ എൻ്റെ പാസ് വാപ്പച്ചിക്ക് കൊടുത്തു. വാപ്പച്ചിയും പിള്ളേരും നസീമായിരുന്നു ഇക്കാക്കായുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറിലൊക്കെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവരുടെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മച്ചി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് മറ്റേ സവാള ബജ്ജി അതാർന്നിട്ട് കഴിക്കണേ. ഈ കടയുടെ ഉടമസ്ഥൻ ഓണർ പുള്ളിക്കാരൻ സലാം കാശ്മീർ അങ്ങനെ ആ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആ ഫിലിം അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. അതിനോട് ചേർന്ന് ഒരു ചോക്ലേറ്റ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐഷാക്ക് ചോക്ലേറ്റ് മേടിക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നേരും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മേടിച്ചു തരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഈ ഷോപ്പിലൊക്കെ കയറി ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത് എന്നൊക്കെ ഞങ്ങൾ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കി. ഞങ്ങൾക്ക് വേണ്ട ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ മന്ദം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ പിന്നെയും കണ്ണിലൊടുക്കാണ് ഓരോ സാധനം. എന്തായാലും അവർ ഫുഡ് കഴിക്കണുള്ളൂ, എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടെ ഇവിടെ കിടന്ന് ദിത്തിത്തേ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്നിട്ടാണ്. അപ്പോൾ കടയുടെ ഓണർ തത്തമ്മേനൊക്കെ ഷൈക്കാൻ്റെ ഒക്കെ കൊടുത്ത് പരിചയപ്പെട്ടു. അപ്പം ഇതൊക്കെയായിരുന്നു ഡേ 2 വിശേഷങ്ങൾ. ഇത് ഡേ 3 വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സോനാമർഗാണ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കണം. പോണ വഴിക്ക് നല്ല അടിപൊളി സ്പോട്ടൊക്കെ കിട്ടിയപ്പോൾ ഫോട്ടോസ് എടുക്കാം, കുറച്ച് നേരം അവിടെ നിന്ന് ഫ്രഷൊക്കെ ആവാം, പിന്നെ ചായയൊക്കെ കുടിക്കാമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. ഐഷുമ്മ അപ്പോഴത്തേനും ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ, മാഷാ അല്ലാ. അത് കഴിഞ്ഞ് സലാംക്ക് അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് ബബിൾക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ച് കുറച്ച് ഫുൾ മേടിച്ചില്ല, 2-3 എടുത്തു ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ബബിൾക്കം മുക്കും നസീമിനും കൊടുത്തു. അത് ഇനി ഞാൻ കാറിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഐഷുമ്മയുടെ കൂളിംഗ് ഗ്ലാസ് മാറ്റി വേറെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കാം. അപ്പോൾ എനിക്ക് ചിരി വരായിരുന്നു കണ്ടിട്ട്, ഐഷുമ്മാനെ കണ്ടിട്ടേ. പിന്നെ അവിടെ നിന്ന് നമ്മൾ അപ്പം തന്നെ നേരെ സോനാമർഗിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നമ്മളൊരു ബൊലേറോ എടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് 6 സ്പോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ആർന്നിട്ട് പോയായിരുന്നേ. അപ്പോൾ ആദ്യം തന്നെ പോയ സ്ഥലത്ത് നമുക്ക് എൻട്രി കിട്ടിയില്ല, പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അത്യാവശ്യം നല്ലോണം വൈകിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് അത് സ്കിപ്പ് ചെയ്ത് വേറൊരു ഈ സോനാമർഗ് തന്നെ വേറൊരു സ്പോട്ടിലേക്ക് പോയി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഐഷുമാടെ നല്ല പിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ മാറ്റി വെച്ച് നോക്കാട്ടോ. പിന്നെ ഞങ്ങൾ വേറെ സ്പോട്ടിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മളൊരു മറ്റേ സ്പോർട്ട് ബൈക്കൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ ടോപ്പിലേക്ക് പോയത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം
ഫോൺ എങ്ങാനും മിസ്സായി പോയാലോ അത്ര ഒരു ഒരു ഇതില്ലാണ്ടാണ് അവർ വണ്ടി ഓടിച്ച് പോണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പേടിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്കാക്കായും ഉമ്മുവും നടന്ന് ടോപ്പിലേക്ക് പോയി, ബാക്കി എല്ലാവരും ബൈക്കിലായിരുന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ബൈക്കിൽ ഇറങ്ങി അവിടെ നിന്ന സ്ഥലത്ത് തന്നെ ഉമ്മച്ചിനെയും വാപ്പച്ചീനെയും ഐഷുമാനെയും അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നസീമും ഇക്കാക്കായും ഉമ്മും തത്തമ്മയും മുകളിലേക്ക് സ്ലെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ ഹെൽപ്പറും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൊന്തി മുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഹെൽപ്പറിൻ്റെ കാര്യമൊന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെയാണ് കേട്ടത്. അപ്പോൾ നസീം ചോദിക്കുന്നുണ്ട്, ഹെൽപ്പറിനെ കൂട്ടിയിട്ടാണോ അളിയ എന്ന് ചോദിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ അത് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹെൽപ്പറിന് വേറെ ചാർജാന്നൊക്കെ അറിയുന്നത്. മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം മേളിൽ നിന്നില്ല കേട്ടോ. അപ്പോൾ ബൈക്കിന് പോയതുകൊണ്ട് റിട്ടേണും ബൈക്കിൽ തന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇക്കാക്ക നടന്നു പോയതുകൊണ്ട് ഇക്കാക്ക നടന്ന് ആദ്യം തന്നെ താഴത്തേക്ക് വന്നു. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. പക്ഷേ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കയറ്റണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും വാപ്പിച്ചും ഐഷുമായും കൂടി നല്ലൊരു വീഴ്ചയൊക്കെ വീണിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്നോല വീണുകൊണ്ട് വലിയ എന്താ പറയുക വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ ആദ്യം തന്നെ അവർ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് അവിടേക്ക് വന്നു. പിന്നെ നമ്മൾ അടുത്തടുത്ത സ്പോട്ടിൽ അവർ പറഞ്ഞ ആ പാക്കേജിൽ ഉണ്ടായിരുന്ന സ്പോട്ടുകളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ടേബിൾ ടോപ്പിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ അതിൻ്റെ പാസ്സൊക്കെ എൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് പോണതിന് മുന്നേ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ് വന്നേക്കണം. പിന്നെ മുഗൾ ദർബാറിൽ അവിടുത്തെ കാശ്മീരി വസ്വാൻ എന്ന് പറയുന്ന ഒരു ഡിഷാണ് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എടുത്തു പറയേണ്ട ഒരു സംഭവം കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി കഴിക്കാത്തതുകൊണ്ട് ഉമ്മച്ചീൻ്റെ കയ്യിൽ ഐഷുമാനെ കൊടുത്തേൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട്, വസ്വാൻ. അപ്പോൾ അത് അവരുടെ എങ്ങനെയാണ് കഴിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു നോക്കാൻ കേട്ടോ. നമ്മുടെ ഇവിടുത്തെ മന്തി പോലത്തെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ്, അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.